10-11 മണി വരെ ഉറങ്ങണം ഞാൻ. സൂര്യേട്ടൻ്റെ വെളിച്ചം കണ്ടിക്കാണ്ടാണ് ഒന്ന് രാവിലെ തന്നെ ബെഡിൽ നിന്ന് നീച്ചത്. വെളിച്ചം കണ്ടപ്പോൾ വിചാരിച്ചത് നല്ലൊരു മെഹന്തി വീഡിയോ എടുക്കാം. അങ്ങനെ ഞാൻ എൻ്റെ ടൂൾസും കുടച്ചക്രങ്ങളൊക്കെ ആയിട്ട് ഏട്ടൻ്റെ വെളിച്ചം ലക്ഷ്യമാക്കി വീഡിയോ എടുക്കാൻ പോകുന്നത് മൂപ്പർക്ക് സൂചന കിട്ടിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ സൂര്യേട്ടൻ ഏട്ടൻ്റെ വൈക്ക് പോയി. അതുകൊണ്ട് തന്നെ ഈ വീഡിയോക്ക് ഒരു വെട്ടക്കുറവ് ഉണ്ടാവും, ക്ഷമിക്കുക. ബൈ ഞാൻ പറയാൻ വന്നത് എത്രയോ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളത്. എൻ്റെ അനിയത്തി എന്നെ കാണുമ്പോൾ പറയും നമുക്കും തുടങ്ങിയാലോ യൂട്യൂബ് ചാനൽ, എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടാം. പക്ഷേ എനിക്ക് എന്തോ തുടങ്ങാനുള്ള ആ ഒരു ടെൻഡൻസി കണ്ട് കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ഈ നെഗറ്റീവ് കമന്റ്സിനെ കുറിച്ച് എനിക്ക് ഭയങ്കര പേടി. എനിക്ക് എന്നെ നല്ലോണം അറിയാവുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു നെഗറ്റീവ് കമന്റ്സ് മതിയാവും ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തി പോവാൻ. അത്രക്കും കട്ടിയാണ് എൻ്റെ മനസ്സിന്. മെയിനായിട്ട് ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ രണ്ടാളും കൂടി മറ്റേ ഈ ചാലഞ്ചിങ് വീഡിയോ അങ്ങനെയൊക്കെ ചെയ്യാമെന്നായിരുന്നു. പക്ഷെ എൻ്റെ കെട്ടിയോൻ്റെ വീട്ടിൽ നിന്ന് ലീവ് കിട്ടി പോലെ ഞാൻ എടുക്കായതുകൊണ്ട് വീഡിയോ ലാഗാവും ചെയ്യും. പലവിധ കാരണങ്ങൾ കൊണ്ടും യൂട്യൂബ് ചാനൽ തുടങ്ങാന്നുള്ള ആ ഒരു മോഹം കണ്ട് മാറ്റി വെച്ചിരുന്നു. അതിന് ശേഷമാണ് എൻ്റെ കുട്ടിമോൻ എനിക്ക് സർപ്രൈസ് ആയിട്ട് ഒരു ഐഫോണാണ് തന്നത്. പിന്നെ യൂട്യൂബ് ചാനലിൻ്റെ മോഹം ഒന്നുകൂടി പൊട്ടി മുളച്ചു. കാരണം ഞാൻ കോളേജിന്റെ പേര് പറഞ്ഞാണ്ട് വീഡിയോ എടുക്കാതെ നിൽക്കണ്ടല്ലോ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങി. എന്റെ യൂട്യൂബ് ഫീഡ് ഫുള്ള് ബാംഗ്ലൂർ നേഴ്സിംഗിന് പഠിക്കുന്ന മറ്റേ ഷാന, ലക്ഷ്മി, ദിയ അവരുടെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ഒരു തൊരണ്ട്. കാരണം അവരൊക്കെ പെട്ടെന്ന് കയറിപ്പോയ ആൾക്കാരാണല്ലോ. അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ച് ഞാൻ അങ്ങോട്ട് തുടങ്ങി. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായത് ഞാൻ വിചാരിച്ച മാതിരിയല്ല. കാരണം ഏത് തരം വീഡിയോസ് ഇട്ടിട്ടോ അങ്ങോട്ട് റീച്ച് കിട്ടണില്ല. ഫസ്റ്റിൽ തന്നെ എല്ലാം സക്സസ് ആയാലും നമുക്ക് അഹങ്കാരാവൂലേ. പക്ഷെ ഞാൻ എന്റെ ശ്രമം ഇവിടെ അവസാനിപ്പിക്കണില്ല. ഇപ്പം കുറച്ച് ദിവസമായി അതിന്റെ സബ്സ്ക്രൈബേഴ്സ് അവിടെ നിന്ന് അനങ്ങണ പോലും ഇല്ല. അതിന്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണില്ല. പുതിയ യൂട്യൂബേഴ്സിനെ നിങ്ങളൊന്നും മൈൻഡ് ആക്കണം കേട്ടോ. എപ്പോഴും സെലിബ്രിറ്റീസിന്റെ കൂടെ സക്സസ് ആയാലും കൂടിയും മാത്രം പോകരുത്. കാരണം അവര് ഇതേപോലെ ഇങ്ങനെ കയറി വന്ന ആൾക്കാരാണ്. പോലത്തോളി ഇടയ്ക്കൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. രാവിലെ എണീറ്റിക്കാണ്ട് ഞാൻ ആദ്യം എടുത്തോക്കലിന്റെ യൂട്യൂബ് ചാനലാണ് ഒരാളെങ്കിലും ഒന്ന് കയറിക്കണോന്ന്. കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് വരെ ഭയങ്കര സന്തോഷമായിരുന്നു ചാനലെടുത്ത് നോക്കുമ്പോൾ. ഞാൻ എൻ്റെ മനസ്സിൽ എന്നോട് തന്നെ പറയും 1-2 കയറിക്കണ്, 3 കയറിക്കണെന്ന്. പക്ഷേ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് അത് അനങ്ങിയിട്ട് പോലും വേണ്ടിയില്ലായിരുന്നു. എല്ലാ വീഡിയോസും ഡിലീറ്റ് ആക്കിക്കാണ്ട് ചാനൽ തന്നെ വേണ്ടെന്നൊക്കെ മനസ്സിൽ തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ വിടാൻ ഉദ്ദേശിക്കണില്ല. ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ട് നിൽക്കും. നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ആയിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇങ്ങനെ റീച്ചും ഫെയിമൊന്നും ആഗ്രഹിച്ചു കണ്ടല്ല. ഈ എഡിറ്റിങ്ങും വോയിസ് ഓവർ കൊടുക്കലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ഇതിൽ ഇങ്ങനെ തുടങ്ങി. നേരത്തെ പറഞ്ഞ പോലെ ഈ യൂട്യൂബ് ചാനൽ ഇങ്ങനെ രാവിലെ എടുത്ത് നോക്കുമ്പോൾ ഇന്നൊരാൾ കയറിക്കണ്, 2 കയറിക്കണെന്ന് അത് കാണുമ്പോഴും ഭയങ്കര വല്ലാത്ത സന്തോഷം. പറഞ്ഞത് മറക്കാണ്ട് സപ്പോർട്ട് ചെയ്യുക.